ഹലോ അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വീഡിയോയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സ്കൂളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം മോൾക്ക് എന്ന് സ്കൂളിൽ പോകണമെന്നാണ്. എനിക്ക് വെള്ളിയാഴ്ച ദിവസം ഭയങ്കര സന്തോഷമാണ്. കാരണം ശനിയും ഞായറും അവിടെ രാവിലെ എണീറ്റിട്ട് അരിയൊന്നും അടുപ്പിലേക്ക് ഇടണ്ടല്ലോ. നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരം കിടക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷമാണ്. പിന്നെ രാവിലെ ഇങ്ങനെ എണീക്കാൻ ഒരുപാട് താമസിക്കും. കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി താമസിക്കും കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം എല്ലാം പോക്കായിരിക്കും. നമ്മുടെ പണികളൊന്നും തീരത്തില്ല കേട്ടോ. നേരത്തെ എണീക്കുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളെ പണി ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും കഴിയും. ഇതൊരു 12 മണിയായിരുന്നാലും നമ്മുടെ അടുക്കളപ്പണിയൊന്നും കഴിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ടൈമിൽ കുറേ താമസം വന്നിട്ടാണ്. 2 മണിക്ക് 2:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് കേട്ടോ. ഇന്ന് ഒരുപാട് താമസിച്ചത് വീട്ടിലെ ജോലികളൊന്നും നമ്മൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ തീരത്തില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് താമസിച്ചിട്ട് അപ്ലോഡ് ആവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് തന്നെയാണ് അതിന് കാരണം കേട്ടോ. രാവിലെ തന്നെ എണീറ്റിട്ട് സ്കൂളിൽ ഉള്ള ടൈമിലൊക്കെ എണീറ്റിട്ട് രാവിലെയുള്ള ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ പണികൾ നേരത്തെ കഴിയാറുണ്ട്. കുറച്ച് ഉറക്കം നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത ഈ ശനി ഞായറും ഒക്കെ ആണെങ്കിൽ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. പണികളെല്ലാം അവിടെ കിടക്കട്ടെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള മടിച്ചികളുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളപ്പണികൾ രാവിലെ എന്തുമായിരുന്നു? ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഇന്നലെ ഇഡ്ഡലി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി മാവുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇന്നും ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും തക്കാളിക്കറി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കഴുകി വെക്കാനൊക്കെ ആയിട്ട്. അതൊരു മെനക്കെട്ട പരിപാടിയാണല്ലോ. നമുക്ക് എപ്പോഴും എത്ര കഴുകിയാലും തീരാത്തൊരു പരിപാടിയാണ് പാത്രം കഴുകൽ. അപ്പോൾ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. സ്ലാവിൻ്റെ മുകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടച്ച് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര തുടച്ചിട്ടും കാര്യമൊന്നുമില്ല, പിന്നും നമ്മൾ തന്നെ അത് വൃത്തികേടാക്കിയിടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാരയ്ക്ക പിടിച്ചിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ടമാനം പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. പക്ഷേ ഇപ്രാവശ്യം അത്രയ്ക്കൊന്നും പിടിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ കൊമ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കമ്പുകളെല്ലാം കോതി കളഞ്ഞിട്ടുണ്ടായിരുന്നു കാരക്കയുടെ. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം കുറച്ചേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ താഴ്ന്ന് നിൽക്കുന്ന ഭാഗത്ത് ഒത്തിരി ഉയരത്തിലും ഉണ്ട് കേട്ടോ. അത് തോട്ടയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചിടണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ കുരങ്ങ് കാരണം ഭയങ്കര ശല്യമാണ്. നമുക്കിതൊന്നും കിട്ടത്തൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം അങ്ങനെ പറിച്ച് കളയുക ചെയ്യുന്നത്. അങ്ങനെ എന്തോ ചെയ്തു. ഇന്നിപ്പോൾ എന്തായാലും ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വിളയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഒരു 2 മാസത്തോളം ഇങ്ങനെ അങ്ങ് നിന്നോളും ആൾ. നല്ല രീതിയിൽ വിളഞ്ഞു വന്നിട്ടില്ല കേട്ടോ. ഒരു കളറൊന്നും ആയിട്ട് വന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു അരഭാഗം ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു കാര്യം ചെയ്തു. വെറുതെ എന്തിനാ കുരങ്ങിന് കൊടുക്കുന്നതെന്ന് കരുതിയിട്ട് കുറച്ച് പറിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഉപ്പിലിടാം, വേണേൽ അച്ചാറിടാം. ഇവിടെ അച്ചാറൊന്നും ഇട്ടിട്ടില്ല, ഉപ്പിലിടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറിച്ചിട്ട് ഉപ്പിലിടാനായിട്ട് വന്നതാണ്. അപ്പോൾ പാത്തു എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, പാത്തു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ട്രൈപോഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാത്തു അത് തറയിൽ തള്ളിയിടും. അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് ട്രൈപോഡ് ഒരു പരുവായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാത്തുവിൻ്റെ വീടിനകത്ത് കൊണ്ടാക്കി വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് വീട്ടിനകത്ത്. നമ്മുടെ പെരയ്ക്കകമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കിയിടണം. പിന്നെ കുറച്ച് വലയൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടും ഇല്ലായിരുന്നു. ഇന്ന് ഫുൾ ഇതായിരുന്നു കേട്ടോ. രാവിലെ കറണ്ട് കൂടെ ഇങ്ങനെ പോയി വരുമായിരുന്നു. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ കൂടുതലും വീഡിയോസ് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ചാർജിന് കുത്തി വെച്ചിട്ടായിരിക്കും വീണ്ടും അടുത്ത എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇന്ന് കറണ്ട് പോയും വന്നും നിന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മൊബൈലിൽ ചാർജ് കമ്മിയായിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ ബാക്കിയുള്ള ജോലികളൊന്നും ചെയ്യുന്നതൊന്നും അങ്ങോട്ട് പിടിക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ. ഈ പാത്രം കഴുകിക്കൊണ്ട് നിന്ന ഒരു ടൈമിൽ തന്നെ കറണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഇരുട്ടായപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ. ഒന്നാമതേ അകത്ത് അങ്ങനെ അധികം വെളിച്ചമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറയുടെ വെട്ടവും കൂടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കറണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വലയടിക്കാനുണ്ടായിരുന്നു, ഒന്ന് തുടച്ച് ഇടാനുണ്ടായിരുന്നു കേട്ടോ തറയൊക്കെ. ആഴ്ച 2 ദിവസമാണ് ഇപ്പോൾ തുടയ്ക്കുന്നത്. കാരണം വെള്ളത്തിന് ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആഴ്ച 2 ദിവസമാണ് തുടയ്ക്കുന്നത് കേട്ടോ വീടിനകമൊക്കെ. അപ്പോൾ
തുടപ്പും പെരയ്ക്കകം തൂത്തുവാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്നിട്ട് ദേ ഈ കാരയ്ക്ക അങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ കയ്യിലോട്ട് ഞാൻ മൊബൈൽ അങ്ങോട്ട് കൊടുത്തിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാത്തു അല്ലെങ്കിൽ പൂച്ച അതൊക്കെ തട്ടിയിടും. അപ്പോൾ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ ഉമ്മയുടെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്തിട്ടോ. മൊബൈൽ കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ അനിയത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് ഇങ്ങനെ വിളഞ്ഞോ വിളയാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പകുതി വിളവായിട്ടുണ്ട്. എന്നാലും നല്ല രീതിയിലൊന്ന് വിളയുമല്ലോ. നല്ല പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ആവുന്ന ടൈമിലാണ് ഇത് കൂടുതലായിട്ട് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ നല്ലത്. എന്നിരുന്നാലും ഇപ്പം നമ്മളിങ്ങനെ കടിക്കുമ്പം ചെറിയൊരു കറയുടെ ഇതുപോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ, പല്ലിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഇങ്ങനെ കുരങ്ങ് തള്ളിയിട്ടിട്ട് കൊണ്ടുപോയിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ നല്ല പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങോട്ട് ഇപ്പോൾ കിട്ടാനും ഇല്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ എവിടെയും കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഞങ്ങളോട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചപ്പറങ്ങേണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ കശുവണ്ടി പച്ച എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുക്കാൻ പറഞ്ഞിട്ടോ അമ്മ. അത് ഞാൻ എടുത്തുകൊണ്ട് വന്നെങ്കിലും അത് പാത്തു എനിക്ക് നല്ലൊരു പണി തന്നായിരുന്നു അതിൽ കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പറങ്ങാണ്ടിയൊക്കെ പറിച്ചു, കാരയ്ക്ക പറിച്ചു, എല്ലാം കൊണ്ട് വീട്ടിനകത്ത് വന്നു കേട്ടോ. വീട്ടിനകത്ത് വന്നു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ കറിയും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. മീനുണ്ട്, കളർ മത്തി ഉണ്ടല്ലോ, ഒരു പരന്ന മത്തി, മുള്ളമത്തി. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അത് കറിക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അരച്ചിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. കറി റെഡിയായി കേട്ടോ. റെഡിയായിട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും തോരനോ എന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ മുരിങ്ങക്കായ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചധികം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ മുരിങ്ങക്കായ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ അങ്ങനെ കടിച്ചൂരി എടുക്കാനൊക്കെ പാടാണ്. വാപ്പ കഴിക്കത്തില്ല കേട്ടോ. ക്രിയാറ്റിനൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ മുരിങ്ങക്കായൊന്നും കഴിച്ചുകൂടാ. അതുകൊണ്ട് വാപ്പ അത് കഴിക്കത്തില്ല. അതുകൊണ്ട് എന്താ കറിയിലൊന്നും ഇടാനും പറ്റത്തില്ല കേട്ടോ. വാപ്പ അങ്ങനെ കഴിക്കുമ്പോൾ കറിയിൽ എന്തായാലും ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങക്കായ. അതുകൊണ്ട് അതിൻ്റെ അകത്തെ ഈ മാംസം ഉണ്ടല്ലോ, കുരുവും മാംസവും എല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്ത് കേട്ടോ. ഇങ്ങനെയും തോരൻ വെക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ നമ്മളത് വടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണ് അത് ചെയ്തു തന്നത്. ഞാൻ ചെയ്തപ്പോൾ അത് പൊട്ടിയും അതുപോലെ അതിൻ്റെ നാരൊക്കെ ഇതിൻ്റെ അകത്ത് വീഴുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി അത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിടി കൊച്ചുള്ളിയും കൂടെ നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് തോരൻ വെക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോരൻ വെക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം മുരിങ്ങക്കായ വെച്ച് കറിയും തീയലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തോരൻ വെച്ചിട്ടില്ല. അപ്പം അതൊന്ന് കാണിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ ഞാൻ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് നേരത്തെ വെന്ത് കിടക്കുന്നത് കൊണ്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ടില്ല കേട്ടോ. അനിയത്തി കയറി വന്നിട്ട് ഊറ്റും. എനിക്ക് ഇങ്ങനെ പണി കിട്ടും. കാരണം അങ്ങനെ കുനിച്ചിടുന്ന സമയത്ത്, അരി കുനിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ ദേഹത്തേക്ക് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അനിയത്തി അരി ഊറ്റിയിട്ടോളും. അപ്പോൾ ഇതേ നമ്മൾ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ഉള്ളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതല്ല സവോള ഇടണമെങ്കിൽ സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് ഒന്ന് ഒതുങ്ങി ഒരു സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അതിന് ശേഷം നമ്മൾ ഈ ചുരണ്ടി വെച്ചിട്ടുള്ള മുരിങ്ങക്കായയുടെ ആ ഒരു മാംസവും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കിടന്നിട്ട് പെട്ടെന്നാവും കേട്ടോ. ഇത് നമ്മളിങ്ങനെ വടിച്ചെടുത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എണ്ണയിൽ തന്നെ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ ഉള്ളി പൊളിച്ച തോലും ഒക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. എല്ലാന്നുണ്ടെങ്കിൽ ഒന്നാമത് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാം കൂടെ പറന്ന് അപ്പുറമൊക്കെ വീഴും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടേ. അതിനുശേഷം നമ്മുടെ മുരിങ്ങക്കായയുടെ അത് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ചിക്കി തോർത്തി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ തോരൻ അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചിടണം. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ ജീരകവും ഇടാറുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും.
അതുകൊണ്ട് കുറച്ച് തേങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് നല്ല ജീരകം, കുറച്ച് പെരുംജീരകമാണ് കുറച്ച് അധികമായിട്ട് എടുക്കേണ്ടത് കേട്ടോ. നല്ല ജീരകം ഒരു നുള്ളെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ സാധാരണ തോരൻ അരച്ചിടുന്ന തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഈ ഒരു ജീരകം, 2 കൂട്ട ജീരകം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവേ. ഞാനാണെങ്കിൽ ഈ പച്ചപ്പരങ്ങാണ്ടി കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ, ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാം കീറി എല്ലാം ആ കറയൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചതാണ്. പക്ഷേ പാത്തു ആണെങ്കിൽ 1 വേണം 2 വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത് മൊത്തം എടുത്ത് കഴിച്ചിട്ട് പോയി. പിന്നെ അത് ഇടാൻ വേണ്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, ബാക്കി ഞാനും അങ്ങ് തിന്നു. പിന്നെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ തോരൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മളെ കാരയ്ക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ കാരയ്ക്ക ഉപ്പിലിടാൻ വേണ്ടി വെച്ചത്, ഈ ജോലിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ. പക്ഷേ വീഡിയോയിൽ ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. ഇന്ന് എഡിറ്റിങ് കുറേ പ്രശ്നം ഉണ്ടായിരുന്നു, കുറേ വെട്ടിക്കളയാൻ വേണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ വീഡിയോസ് എടുത്തിട്ട് ഭയങ്കര ഇരുട്ട് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ അതെല്ലാം ഡിലീറ്റാക്കി. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിൽ കാരയ്ക്ക ഉപ്പിലിടുന്നത് ലാസ്റ്റായിപ്പോയി കേട്ടോ. കാരയ്ക്ക ഉപ്പിലിടുന്നതെന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്കയൊക്കെ പുഴുങ്ങിയെടുക്കാറില്ലേ ഉപ്പിലിടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാറാണ് ചെയ്യുന്നത് ഉമ്മച്ചി. അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ കാരയ്ക്ക ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് പൊട്ടും, ഒരു ചെറിയൊരു കീറ് പോലെ വീഴും കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ഇറക്കി മാറ്റുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ആറിയതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനൊരു പ്ലാസ്റ്റിക്കിലേക്ക് ഇട്ട് വെച്ചത് പിന്നെ അത് മാറ്റും കേട്ടോ, മാറ്റിയിട്ട് ഒരു ഭരണിക്കകത്ത് ഇട്ട് മാറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പിലിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടു. കുളിക്കാനായിട്ടൊക്കെ പോയി, കുളി കഴിഞ്ഞ് നമസ്കരിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ പാത്തു ആ സമയം കൊണ്ടൊക്കെ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടിവിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ നമസ്കരിക്കാനൊക്കെ പോയത്. നമസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചോറ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു കേട്ടോ. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇഞ്ചി നടുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒട്ടും ക്ലിയർ ഇല്ല. വന്ന് നോക്കിയപ്പോൾ എഡിറ്റിങ് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ഒട്ടും ക്ലിയർ ഇല്ല, ഭയങ്കര ഇരുട്ട് പോലെ തോന്നുന്നു. പിന്നെ അത് ഇട്ടിട്ട് വല്ല പ്രയോജനമില്ലല്ലോ, നിങ്ങൾക്ക് കാണണമല്ലോ, വൃത്തിക്ക് കാണണമല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷവും ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.